ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. അപ്പോൾ നമ്മൾ ബ്രഹ്മനിഷ്ഠയെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രഹ്മനിഷ്ഠയിൽ, അതായത് സദാ സ്വരൂപ അവസ്ഥിതനാകാനായിട്ട് തടസ്സമാകുന്നത് തീർച്ചയായിട്ടും ആവരണശക്തി കൊണ്ട് തന്നെ വിക്ഷേപശക്തി. അപ്പോൾ ഈ ആവരണശക്തി സ്വരൂപത്തെ മറയ്ക്കുന്നു. ഒരു കാര്യം, അതായത് തൻ്റെ സ്വരൂപം എന്താണ് എന്ന് അറിയില്ല, സ്വരൂപത്തെ മറയ്ക്കുകയാണ്. വിക്ഷേപം, ആവരണം, ഈ രണ്ടു ശക്തികൾ അതിങ്കേന്നുദിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഹരിനാമ കീർത്തനത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് എഴുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഈ ആവരണശക്തി മറയ്ക്കുകയാണ്, സ്വരൂപത്തെ മറയ്ക്കുന്നു. അപ്പോഴോ വിക്ഷേപശക്തി വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾക്ക് അറിയില്ല എങ്കിൽ, യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയില്ല എങ്കിൽ പിന്നെ നമ്മളുടെ മനസ്സ് പലതരത്തിലുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കുകയാണ്. അതായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെ. അങ്ങനെ വിക്ഷേപശക്തി വിവിധ തരത്തിലുള്ള മോഹത്തിൽ പെടുത്തുകയാണ്. ഞാനെന്നുള്ള ഭാവം ആദ്യമേ തന്നെ, അതിനെ തുടർന്ന് ഞാൻ എന്ന് തുടങ്ങിയിട്ട് പിന്നെ അതേ തുടർന്നിട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ. അപ്പോൾ ഈ മറ ശക്തമായിട്ട് തുടരുകയാണ്. അനാദി ജന്മങ്ങൾ, അനാദിയായിട്ട് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അതുപോലെ കട്ടിയുള്ള മറയാണിത്. അതിനെ നീക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത്ര എളുപ്പമല്ല ഈ അനാദി അവിദ്യയെ അല്ലെങ്കിൽ ഈ ആവരണശക്തിയെ നീക്കം ചെയ്യുക എന്നുള്ളത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല, ബുദ്ധിമുട്ടായ കാര്യമാണ്. വിക്ഷേപശക്തി വളരെയധികം ശക്തമാണ്. വിക്ഷേപശക്തി വളരെയധികം ശക്തമാണ്. അപ്പോൾ അത്യന്തം അജ്ഞതയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നമൊന്നുമില്ല. അജ്ഞനിവിടെ പ്രശ്നമില്ല. അജ്ഞൻ അദ്ദേഹം ഹാപ്പി ആയിട്ട് കഴിഞ്ഞുകൂടുകയാണ്. സത്യത്തിൽ അത്യന്തം അജ്ഞനായിട്ടുള്ള ഒരാൾക്ക് ഈ ശാസ്ത്രത്തിന് അധികാരിത്വം പോലും ഇല്ല. ശാസ്ത്രം പഠിക്കണമെങ്കിൽ കുറച്ചൊരു അധികാരത വേണമല്ലോ. അതിൽ അത്യന്തം അജ്ഞനും ശാസ്ത്രം വേണ്ട, പിന്നെയോ ആത്മജ്ഞാനിക്കും ശാസ്ത്രം വേണ്ട. ആത്മജ്ഞാനിക്ക് ഇനിയിപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആവശ്യം എന്താണ്? ശാസ്ത്രം കൊണ്ട് നേടേണ്ടത് നേടിയ ആളാണ് ആത്മജ്ഞാനി. അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല.
അജ്ഞനായിട്ടുള്ളവന് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനും വേണ്ട, അവർക്കും വേണ്ട. ഇങ്ങനെ ഈ രണ്ട് കൂട്ടർക്ക് ഈ ശാസ്ത്ര പഠനമൊന്നും ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇതൊന്നും മനസ്സിലാക്കിയ സ്ഥിതിക്ക് അത്യന്തം അജ്ഞരൊന്നുമല്ല നമ്മൾ, അല്ലേ? അത്യന്തം അജ്ഞരൊന്നുമല്ല. അജ്ഞാനത്തിൽ അങ്ങോട്ട് ആണ്ട് കിടക്കുകയൊന്നുമല്ല. അത്യാവശ്യം മനസ്സിലാക്കി ഈ ശരീരമല്ല ഞാൻ, ഈ ശരീര മനോബുദ്ധികൾ അല്ല, അതിൻ്റെ അപ്പുറത്ത് ഉള്ള, അല്ലെങ്കിൽ അതിനൊക്കെ ഉണ്മയെ കൊടുക്കുന്ന ഉണ്മയാണ് ഞാൻ എന്നൊക്കെയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതൊക്കെ എത്ര മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അത്യന്തം അജ്ഞാനം എന്നുള്ള ഒരവസ്ഥയിലേക്ക് തിരികെ പോകാനും വഴിയില്ല. തിരികെ പോകാനായിട്ടുള്ള സാധ്യതയും കുറവാണ്. തിരികെ പോകാൻ പറ്റില്ല, സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല നമ്മളുടെ മുമ്പിൽ, അല്ലേ? ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ശുദ്ധവെള്ളം കിട്ടിയില്ല, ശുദ്ധജലം കിട്ടിയില്ല എന്ന് കരുതി ആരും ഓടയിലെ ജലം കുടിക്കാറില്ല. അപ്പോൾ അതുപോലെ ഇനി തിരിച്ചൊരു പോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ കുടുങ്ങിക്കിടന്നാലും വേണ്ടിയില്ല, തിരിച്ചു പോകാൻ പറ്റില്ല, അല്ലേ? അജ്ഞാനത്തിലേക്ക് അത്യന്തം അജ്ഞതയിലാണ്ടുള്ള ഒരു ജീവിതം പറ്റില്ല. അപ്പം അതുകൊണ്ട് മുന്നേറുക തന്നെ. ചരൈവേദി ഉപനിഷത്ത് പറയുന്നു, നേരെ നടക്കുക തന്നെ, അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. നമ്മൾ കണ്ടതാണ് 345ഉം 346ഉം. ഒന്നുകൂടി ഒന്ന് വായിച്ച് കുറച്ചൊന്ന് നോക്കിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. വിക്ഷേപശക്തി വിജയോ വിഭവോ വിഷമോ വിധാതും, വിക്ഷേപശക്തി വിജയോ വിഷമോ വിധാതും, നിശേഷമാവരണശക്തി നിവൃത്തഭാവേ, ദൃഗ്ദൃശ്യയോ സ്ഫുട പയോജല ജലവദ്വിഭാഗേ, നശ്യേത് തദാവരണമാത്മനിജസ്വഭാവാത്, നിസ്സംശയേന ഭവതി പ്രതിബന്ധശൂന്യഃ, വിക്ഷേപണം നഹി തദാ യദി ചേന്മൃഷാർത്ഥേ. അപ്പോൾ ആവരണശക്തിയുടെ സാന്നിധ്യത്തിൽ വിക്ഷേപശക്തി വിജയോ വിഷമോ വിധാതും നേടിയെടുക്കാനായിട്ട്, എന്ത് നേടിയെടുക്കാനായിട്ട്? വിക്ഷേപശക്തിയുടെ വിജയം എന്ന് വെച്ചാലോ, വിക്ഷേപശക്തിയുടെ വിജയം എന്ന് പറഞ്ഞാൽ വിക്ഷേപശക്തിയെ തരണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ കീഴടക്കുക എന്നുള്ളത് വളരെ വിഷമമാണ്. അപ്പോൾ വിക്ഷേപശക്തിയെ കീഴടക്കുക എന്നുള്ളത്, ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? നിശേഷം ആവരണശക്തി നിവൃത്ത ഭാവേ, അതായത് ഈ ആവരണശക്തിയുടെ സാന്നിധ്യത്തിൽ, ആവരണശക്തിയുടെ നിവൃത്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ആവരണശക്തിയുള്ള അവസ്ഥയിൽ, ആവരണശക്തിയുടെ സാന്നിധ്യത്തിൽ ഈ വിക്ഷേപശക്തിയെ ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? ദൃഗ്ദൃശ്യയോഹോ സ്ഫുടപയോ ജലവത് വിഭാഗഃ, അതായത് ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസത്തെ, ഇവ തമ്മിൽ ദൃഷ്ടാവിനൊരിക്കലും ദൃശ്യമാകാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ വളരെ വില കൂടിയ ഒരു കാറ് ഞാൻ വാങ്ങി, ആ കാറിനെ എനിക്ക് അറിയാം, എനിക്ക് അനുഭവിക്കുന്നു, ഞാൻ അതിനെ കാണുന്നു, അതിനെ ഞാൻ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെ എന്നും രാവിലെ കുളിപ്പിക്കുന്നു എന്ന് വേണ്ട എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ കാറാണോ? അല്ല, അല്ലേ? ഞാൻ കാറാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാറാകില്ല. ഒന്നാമത്തെ കാര്യം, കാറ് ദൃശ്യമാണ്, ദൃശ്യവസ്തു. ആദ്യത്തെ റൂൾ അത് തന്നെയാണ്. ദൃഷ്ടാവിനൊരിക്കലും ദൃശ്യമാകാനായിട്ട് സാധിക്കില്ല. ദൃഷ്ടാവ് വേറെ, ദൃശ്യം വേറെ. ദൃശ്യം അല്ലേ, അത് വേറെയാണ്. അപ്പോൾ ആദ്യം ദൃഗ് വേറെ, ദൃശ്യം വേറെ. ഇവ തമ്മിലുള്ള വേർതിരിവ് ഏതുപോലെ പാലും വെള്ളവും, പാലും വെള്ളവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്, അല്ലേ? പക്ഷേ അവ കൂടിച്ചേരുന്നു, അതൊക്കെ വേറെ കാര്യം. എങ്ങനെയാണോ പാലും വെള്ളത്തെയും വേർതിരിക്കുന്നത്, അതുപോലെ പാലും വെള്ളത്തെ വേർതിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ വലിയ മിഷനൊക്കെ ഉള്ള കാരണം പ്രശ്നമില്ല. അപ്പോൾ പാലും വെള്ളവും വേർതിരിച്ച് കാണുന്നത് പോലെ ദൃക് കാണുന്നവനെയും കാണുന്ന വസ്തുക്കളെയും തമ്മിൽ വേർതിരിച്ച് കഴിയുമ്പോൾ എന്താ? ആവരണം നീങ്ങുകയായി. അപ്പോൾ ആവരണം നീങ്ങിയാൽ ഈ ആത്മ വിളങ്ങുന്നത് സംശയമന്യേ അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ശാസ്ത്രം പറയുക.
അപ്പോൾ സമ്യക് വിവേകം ഉദയം ചെയ്യുമ്പോൾ, ഈ സമ്യക് വിവേകം എന്ന് വെച്ചാലോ ആത്മാനാത്മ വിവേകത്തിലൂടെയാണ് ഈ സമ്യക് വിവേകം ഉദിക്കുക. പൂർണ്ണമായിട്ടുള്ള വിവേകം. അല്പസ്വല്പം വിവേകമൊക്കെ നമ്മൾക്ക് ഉണ്ടായിരുന്നു ഈ ശാസ്ത്ര പഠനത്തിന് മുമ്പേ തന്നെ. അതായത് കുട്ടിക്കാലം മുതൽക്കേയൊക്കെ സാധാരണ ഇന്ത്യയിൽ ജനിച്ച് വളർന്ന ഏതൊരാളും ഏതെങ്കിലുമൊക്കെ സത്സംഗത്തിന് പോകും അല്ലേ. സത്സംഗത്തിലെ സാധുക്കളൊക്കെ വന്നിരുന്ന ഭഗവത് കഥകളും ഒക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ സത്യമായിട്ട് എന്നൊക്കെ ഈ സാധു ജനങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കൂടുതൽ അറിയണമെന്നൊരു ആഗ്രഹം പോലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ വിവേകം നമ്മളിലുണ്ട്. പക്ഷെ അതുമാത്രം പോരാ. ആ വിവേകത്താലാണ് ഈ ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നതും വേദാന്ത ശ്രവണം നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ടോ വേദാന്ത ശ്രവണം ചെയ്ത് മനനം ചെയ്ത് ആത്മാനാത്മ വിവേചനത്തിലൂടെ ഉരുത്തിരിയുന്ന ആ ഒരു വിവേകം അത് 100% പൂർണ്ണമാണ്. ആ വിവേകത്താലാണ് മായ പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത്. അതായത് മായയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോക്ഷം നേടണമോ ഇത്തരത്തിലുള്ള വിവേകം ഉണ്ടായിരിക്കണം. അപ്പം സാധനാ തലത്തിൽ അല്പസ്വല്പം വിവേകമുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ജ്ഞാനത്താലാണ് ഈ പൂർണ്ണ വിവേകം ഉദയം ചെയ്യുക. വ്യക്തമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാലോ എന്താണ് ആത്മാ, എന്താണ് അനാത്മ, ഇവയുടെ വിവേചനം. ഇവയെ നല്ലതുപോലെ പുട്ടും തേങ്ങയും കൂടി വെച്ചിട്ടുണ്ട് എങ്കിൽ പുട്ടിനെ വേർതിരിക്കും, തേങ്ങയെ വേർതിരിക്കും. ഇങ്ങനെ പുട്ട് ഏത് തേങ്ങ ഏതെന്ന് വളരെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുമല്ലോ. അതുപോലെ തന്നെ ആത്മാ അനാത്മ വിവേചനം, ആ ആത്മാ അനാത്മ വിവേചനം വളരെ സ്പഷ്ടമായിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും ഉരുത്തിരിയുന്ന വിവേകം അത് 100% പൂർണ്ണമായിട്ടുള്ള ആ വിവേകം മായയുടെ സൃഷ്ടിയായിട്ടുള്ള മോഹത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നു. പിന്നെ ഒരല്പം പോലും ബാക്കി വെക്കുന്നില്ല. അതല്ല എങ്കിൽ സാധനാതലത്തിൽ വിവേകമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും പല സാധ്യതകളും ഏറെയാണ്. വീണ്ടും അജ്ഞതയിലേക്ക് പോകാനും ഇതെല്ലാം ഇട്ടിട്ട് പോകാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ അധികമുണ്ട് സാധനാതലത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നേറുമ്പോഴാണ് ഈ വിവേകം സംഭവിക്കുക. ഈ പരിപൂർണ വിവേകത്താൽ മായയുടെ സൃഷ്ടിയായിട്ടുള്ള മോഹം, മോഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. ഞാൻ പരിപൂർണ സത്തായിട്ടുള്ള ആത്മാവാണ്, അങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കാതെ ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ് എന്നൊക്കെ വിചാരം ചെയ്തിരിക്കുന്നു. അത് മോഹമാണ്. അപ്പം ഈ തരത്തിലുള്ള മോഹം പൂർണ്ണമായിട്ട് നശിക്കണമെങ്കിൽ പരിപൂർണ വിവേകം ഉദയം ചെയ്യണം. ഇനി അത്തരത്തിലുള്ള ഒരുവന്, ഇത്രയും വരെ എത്തിയ ഒരുവന് സംസാരബന്ധം പിന്നീടില്ല. പിന്നീട് സംസാരത്തിലേക്ക് ഒരു തിരിച്ചു വരവ് അദ്ദേഹത്തിനില്ല. ഇനി നമ്മൾക്ക് അടുത്ത ശ്ലോകം നോക്കാം. 346. ഇത് നമ്മളൊന്ന് വായിച്ചതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഏകദേശം അർത്ഥവും പറഞ്ഞു കഴിഞ്ഞതാണ്. സമ്യക് വിവേക സ്ഫുടബോധജന്യോ വിഭജ്യ ദൃഗ്ദൃശ്യപദാർത്ഥ തത്വം ചിനത്തി മായാകൃതമോഹബന്ധം സംസാര യസ്മാത് വിമുക്തസ്യ പുനർന സംശ്രുതി. അപ്പോൾ ആരാണോ സ്ഫുടബോധജന്യഃ, ജ്ഞാനത്താൽ ഉദയം ചെയ്യുന്ന, അത്തരത്തിൽ പരിപൂർണ ജ്ഞാനത്താൽ ഉദയം ചെയ്യുന്ന ആ വിവേകം, സമ്യക് വിവേകം അതുണ്ടായിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും ദൃക്കിനെയും അതുപോലെ തന്നെ ദൃശ്യപദാർത്ഥത്തെയും. എന്താ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒരു കർട്ടനോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്തിരിക്കുകയോ ഒക്കെയാണോ ഇതിൻ്റെ അർത്ഥം? അല്ല. ഈ ദൃശ്യവസ്തുക്കൾക്ക് വലിയ സത്യത്വം കൊടുക്കില്ല. അതിനെ കാണുന്നു, ഇല്ലാതാകുന്നുവോ ഒന്നുമില്ല. ഒരാൾ ജ്ഞാനം നേടി എന്ന് കരുതിക്കൊണ്ട് ഈ ലോകം അദ്ദേഹത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ടും ഇരുട്ട് ബാധിച്ചതുപോലെ ലോകമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന പോലെയുള്ള സത്യത്വം കൽപ്പിക്കുന്നില്ല. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൃഗ്ദൃശ്യ പദാർത്ഥ തത്വം ഇവയെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ മിഥ്യാത്വം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു.
എന്നിട്ടോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരുവന് പിന്നീട് സംസാരം ഇല്ല സംസാരം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാര ബന്ധനങ്ങളിലൊന്നും പിന്നെ അദ്ദേഹം പെടുന്നില്ല. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. 347. പരാവരൈകത്വ വിവേകവന്യഃ ദഹത്യവിദ്യാഗഹനം ഹ്യശേഷം കിം സ്യാത് പുനഃ സംസരണസ്യ ബീജം അദ്വൈതഭാവം സമുപേയുഷോസ്യ. പരാവരൈകത്വ വിവേകവന്യഃ ദഹതി അവിദ്യാഗഹനം ഹി അശേഷം കിം സ്യാത് പുനഃ സംസരണസ്യ ബീജം അദ്വൈതഭാവം സമുപേയുഷോസ്യ. വന്യഹി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്നി അല്ലേ. വന്യഹി ഇവിടെ വിവേകവന്യഹി, വിവേകമാകുന്ന അഗ്നി. ആ ഉദിച്ച വിവേകമുണ്ടല്ലോ, സമ്യക് ജ്ഞാനത്താൽ ഉദയം പ്രാപിച്ച ആ വിവേകം തന്നെ അഗ്നി. ആ വിവേകമാകുന്ന അഗ്നി ദഹതി അവിദ്യാഗഹനം ഹ്യശേഷം. എങ്ങനെയുള്ള വിവേകമാകുന്ന അഗ്നി, എങ്ങനെയുള്ള വിവേകമാണ്? പരാവര ഏകത്വ വിവേകം. പരാ അവര ഏകത്വം, അതായത് പര എന്നുള്ളത് വളരെ പരമമായിട്ടുള്ള തത്വം, അവര എന്നുള്ളത് ജീവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജീവബ്രഹ്മ ഐക്യജ്ഞാനം. ഈ ജീവബ്രഹ്മ ഐക്യജ്ഞാനം ആകുന്ന വിവേക, അതാണ് പരിപൂർണമായിട്ടുള്ള വിവേകം എന്നുള്ളത്. അപ്പോൾ ഈ വിവേക അഗ്നി, ജീവബ്രഹ്മ ഐക്യം എന്നുള്ള ജ്ഞാനം, ജീവബ്രഹ്മ ഐക്യജ്ഞാനം, അതാകുന്ന അഗ്നി അതെന്താ ചെയ്യുന്നത്? അഗ്നി കത്തിക്കും അല്ലേ. ഇവിടെ എന്തിനെയാണ് കത്തിക്കുന്നത്? ഗഹനം ദഹതി അവിദ്യ ഗഹനം ഹ്യശേഷം. ദഹതി കത്തിക്കുന്നു അവിദ്യയെ. എങ്ങനെയുള്ള അവിദ്യയാണ്? ഗഹനമായിട്ടുള്ള, വളരെ കട്ടിയേറിയ അല്ലെ നിബിഡമായിട്ടുള്ള വനം എന്നൊക്കെ പറയില്ല, നിബിഡ വനം. നിബിഡ വനത്തിലാണ് എങ്കിലും ഒരു തരി അഗ്നിയെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കും. മുളകളൊക്കെ തമ്മിൽ കൂടി ഉരസി കുറച്ച് അഗ്നി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പിന്നെ അത് ആ വലിയ എത്ര നിബിഡമായിട്ടുള്ള വനമാണ് എങ്കിലും ആരും ശ്രദ്ധിച്ചില്ല എങ്കിൽ, മഴ പെയ്തില്ല എങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് ചാരമായിട്ട് തീരും. അതുപോലെ തന്നെയാണ് ഇവിടെ വിവേകത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന ഈ അഗ്നി ഉണ്ടല്ലോ, ജീവബ്രഹ്മ ഐക്യം ആകുന്ന വിവേകം ആകുന്ന അഗ്നി. ആ അഗ്നി മായയാകുന്ന വനം, അവിദ്യയാകുന്ന വനം. മായ തന്നെ അവിദ്യ അജ്ഞാനത്തെ, നിബിഡമായിട്ടുള്ള അജ്ഞാനത്തെ അശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ പൂർണ്ണമായിട്ടും ഒന്നും ബാക്കി വയ്ക്കാതെ, ഒരല്പം എന്നാൽ കുറച്ച് ഇരിക്കാം എന്നല്ല, ഒന്നും ബാക്കി വയ്ക്കാതെ പൂർണ്ണമായിട്ടും കത്തിക്കുന്നു. പിന്നെ ഭയം ഉണ്ടാവില്ല. സംസാരം പൂർണ്ണമായിട്ട്, അവിദ്യ പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കാനുള്ളത്? ഇപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഡോക്ടർ ഒരു രോഗം വന്നു, അത് എല്ലാം എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നീക്കം ചെയ്ത് കഴിഞ്ഞ് ഇനി എല്ലാം ശരിയായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ടും പിന്നെ ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുപോലെ അജ്ഞാനമായിരുന്നു ഈ സംസാരത്തിൻ്റെ കാരണമില്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ കാര്യം എങ്ങനെ ഉണ്ടാകാനാണ്? അപ്പോൾ അജ്ഞാനമാകുന്ന അജ്ഞാനമാകുന്ന നിബിഡ വനം, അതിനെ പൂർണ്ണമായിട്ടും കത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വിവേക അഗ്നി. ജ്ഞാനത്തിൻ്റെ സാന്നിധ്യത്തിൽ അജ്ഞാനത്തിന് പ്രസിദ്ധിയേ ഇല്ല. അപ്പം അതുകൊണ്ട് സംസാരം അജ്ഞാനത്താൽ, സംസാരം അജ്ഞാനത്താലാണ് ഉണ്ടാകുന്നത്. ആ അജ്ഞാനം ജ്ഞാനത്താൽ പൂർണ്ണമായിട്ടും നശിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എവിടെയാണ് സംസാരം അല്ലേ? തടാകം വറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ തടാകം എന്ന് പറയാനായിട്ടേ സാധിക്കുകയില്ല. അതുപോലെ തന്നെ തടാകത്തിൻ്റെ ജലം മുഴുവനും തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടാകം എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അജ്ഞാനം, അതുപോലെ തന്നെ അജ്ഞാനമെല്ലാം ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സംസാരമേ ഇല്ല.
അപ്പം അദ്വൈത ഭാവം നേടിയിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നീടൊരു തിരിച്ചു വരവുമില്ല. പിന്നീട് തിരിച്ചു വരാനായിട്ട് കാരണം എന്താ, വേറെ എങ്ങോട്ടേക്ക് തിരിച്ചു വരാനോ ഒരിടത്തേക്കും പോകാനും വരാനും ഒന്നും ഇല്ലാത്ത എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ തത്വസ്വരൂപമായിട്ട് ഇരിക്കുന്നു, അത്രമേ ഉള്ളൂ. പിന്നെ ഈ അത്യന്തം അജ്ഞാനമായിട്ടുള്ള സംസാരത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ല. ഓക്കെ, ഇതൊന്നുകൂടി വായിക്കാം. പരാവരൈകത്വ വിവേക വന്നിഹി ദഹത്യ വിദ്യാഗഹനം ഹ്യശേഷം കിം സ്യാത് പുനഃ സംസരണസ്യ ബീജം അദ്വൈതഭാവം സമുപേയുഷോസ്യാം. അടുത്തത് വിഷമവൃത്തമാണ് കേട്ടോ. അത് വായിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. ആവരണസ്യ നിവൃത്തിർഭവതി ഹി സമ്യക് പദാർത്ഥദർശനതഃ മിഥ്യാജ്ഞാനവിനാശത് വിക്ഷേപജനിതദുഃഖനിവൃത്തിഃ ആവരണസ്യ നിവൃത്തിർഭവതി ഹി സമ്യക് പദാർത്ഥദർശനതഃ മിഥ്യാജ്ഞാനവിനാശഃ തദ്വിക്ഷേപജനിതദുഃഖനിവൃത്തിഃ. ഇതിനെ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് അവിടെ എവിടെയൊക്കെ ആയിട്ട് വലിച്ചു നീട്ടിയൊക്കെ ട്യൂണിലൊക്കെ പാടാം. അല്ലാതെ ഒരു മീറ്ററിൽ ഒരു വൃത്തത്തിൽ വിഷമവൃത്തമാണ് കൊണ്ടുവയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആവരണസ്യ നിവൃത്തി. ആവരണത്തിൻ്റെ നിവൃത്തി. ആവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ സ്വരൂപത്തെ അറിയില്ല, മറച്ചിരിക്കുന്നു അല്ലേ. സമ്യക് പദാർത്ഥ ദർശനതഃ, സത്യദർശനത്താൽ ആവരണശക്തി പൂർണ്ണമായിട്ടും ആവരണ നിവൃത്തി പൂർണ്ണമായിട്ട് സംഭവിക്കും സത്യസാക്ഷാത്കാരത്താൽ. അങ്ങനെ സത്യസാക്ഷാത്കാരത്താൽ ആവരണസ്യ നിവൃത്തി ഭവതി. ആവരണത്തിൻ്റെ നിവൃത്തി, ആവരണം ഇല്ലാതെയായിരിക്കുന്നു. എങ്ങനെ? സമ്യക് പദാർത്ഥ ദർശനതഃ. സമ്യക് പദാർത്ഥ, യഥാർത്ഥ വസ്തുവിൻ്റെ ദർശനത്താൽ. യഥാർത്ഥ വസ്തു എന്താണ്? സത്യമാണ്. സത്യമസ്തു മാത്രമേ ഉള്ളൂ യഥാർത്ഥമായിട്ടുള്ളത്. ബാക്കിയൊന്നും എന്നും നിലനിൽക്കുന്ന, ഏത് കാലവും ഒരു മാറ്റവും കൂടാതെ, എല്ലാ കാലവും ഒരു മാറ്റവും കൂടാതെ ഏതൊന്നാണോ നിലനിൽക്കുന്നത് ആ സത്യവസ്തുവിൻ്റെ സമ്യക് ദർശനതഃ, ആ സമ്യക് ദർശനം പൂർണ്ണമായിട്ടുള്ള ദർശനത്താൽ ആവരണത്തിൻ്റെ നിവൃത്തി ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിക്കും? മിഥ്യാജ്ഞാന വിനാശഃ തദ്വിക്ഷേപജനിത ദുഃഖനിവൃത്തി. ആവരണം നശിക്കുമ്പോഴോ, ആവരണശക്തിയായിരുന്നു ഈ വിക്ഷേപജ്ഞാനത്തെയും വെച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ തള്ളിവിടുന്നത്. ഇപ്പോൾ വിക്ഷേപജ്ഞാനം ഇല്ലാതെയായി. വിക്ഷേപജ്ഞാനം ഇല്ലാതായിട്ടുണ്ട് എങ്കിൽ ദുഃഖം ഇല്ല. നമ്മളുടെ മനസ്സിൽ ഈ സ്ട്രെസ്സും സ്ട്രെയിനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾക്ക് ദുഃഖം അനുഭവപ്പെടുന്നത്. അപ്പോൾ അതും ഇല്ല. അപ്പോൾ ഈ സമ്യക് പദാർത്ഥ ദർശനത്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണെങ്കിലോ, മിഥ്യാജ്ഞാന വിനാശം, തെറ്റായ ധാരണയൊക്കെ മാറും. പിന്നെയോ എന്താ തെറ്റായ ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനാണ് കർത്താവ്, ഞാനാണ് ഇതെല്ലാം അറിയുന്നത്, ഞാനിതറിയുന്നു, ഞാനിത് ചെയ്യുന്നു, ഞാനിത് അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ധാരണകൾ. അപ്പം മിഥ്യാജ്ഞാനത്താൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം എന്നിൽ ആരോപിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ദുഃഖിയായും സുഖിയായും ഒക്കെ മാറുന്നത്. ഇതെല്ലാം ഇന്ദ്രിയാദികളുടെ അല്ലെങ്കിൽ മനോബുദ്ധിയാദി, ശരീര മനോബുദ്ധിയാദികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത്. എങ്കിലും ഇതെല്ലാം എന്നിൽ ആരോപിച്ചിട്ട് ഞാൻ ദുഃഖിയായി തീരുകയാണ്, അല്ലെങ്കിൽ ഞാൻ സുഖിയായി കുറച്ചു കാലത്തേക്കെങ്കിലും സുഖിയായിട്ട് മാറുകയാണ്. അപ്പോൾ മിഥ്യാജ്ഞാന നാശമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള ദുഃഖവും നശിക്കും. ഇപ്പോൾ സമ്യക് പദാർത്ഥ ദർശനത്താൽ 3 കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏതൊക്കെയാണ്? ആവരണനാശം വരുന്നു, അതോടൊപ്പം മിഥ്യാജ്ഞാന നാശവും ദുഃഖനാശവും. ഏതുപോലെയാണോ വളരെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരുവന് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, ഇത് ആചാര്യ ഭഗവാന്റെ ഉദാഹരണമൊന്നുമല്ല കേട്ടോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾക്ക്
വിശപ്പ് മാറും, ദാഹവും മാറും, ഒരു തൃപ്തിയുമാകും. പിന്നെയോ നല്ല ആഹാരമായതുകൊണ്ട് ആരോഗ്യവും പുഷ്ടിപ്പെടും അല്ലേ? ഇത് മൂന്നും ഒപ്പം ഒരുമിച്ച് സംഭവിക്കും. അതേപോലെ തന്നെയാണ് ഈ ആവരണജ്ഞാനവും നശിക്കും, മിഥ്യാജ്ഞാനവും നശിക്കും. അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ദുഃഖവും ഇല്ലാതെയാകും. ഒന്നെടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കിട്ടും. ഇതെല്ലാം ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. ഏതുണ്ടായിട്ടുണ്ടെങ്കിൽ ആവരണസ്യ സമ്യക് പദാർത്ഥ ദർശനതഃ. സമ്യക് പദാർത്ഥ അതായത് സമ്യക് ദർശനത്താൽ ആവരണ നിവൃത്തി പൂർണ്ണമായിട്ടും സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആവരണ നിവൃത്തി ഉള്ളതുകൊണ്ട് തന്നെ വിക്ഷേപജ്ഞാനവും നശിക്കും. വിക്ഷേപജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ദുഃഖത്തെ ഉണ്ടാക്കി, ഇല്ലാത്ത ദുഃഖത്തെയൊക്കെ ഉണ്ടാക്കി കാണിക്കാനായിട്ടുള്ളത്? അതുകൊണ്ട് ദുഃഖവും ഇല്ലാതെയാകും. ഒന്നിനാൽ ഈ മൂന്ന് സംഭവിക്കും. ഒരു ശ്ലോകവും കൂടി നോക്കാം. 349. അതിന് മുമ്പായിട്ട് ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാൻ വിഷമവൃത്താണ് കേട്ടോ, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ആവരണസ്യ നിവൃത്തിർഭവതി സമ്യക് പദാർത്ഥദർശനതഃ മിഥ്യാജ്ഞാനവിനാശഃ തദ്വിക്ഷേപജനിത ദുഃഖനിവൃത്തിഃ. ഇനി 349. ഏതത്ഹൃദയം ദൃഷ്ടം സമ്യക് രജ്ജുസ്വരൂപവിജ്ഞാനാത് തസ്മാത് വസ്തുസതത്വം ജ്ഞാതവ്യം ബന്ധമുക്തയേ വിദുഷാ. ഏതത്ഹൃദയം ദൃഷ്ടം സമ്യക് രജ്ജുസ്വരൂപവിജ്ഞാനാത് തസ്മാത് വസ്തുസതത്വം ജ്ഞാതവ്യം ബന്ധമുക്തയേ വിദുഷാ. ഓക്കെ, ഇങ്ങനെയൊക്കെ വായിക്കാനേ ഇത് സാധിക്കുകയുള്ളൂ. ഏതത് ഹൃദയം ദൃഷ്ടം, ഏതത്ഹൃദയം ദൃഷ്ടം സമ്യക് രജ്ജുസ്വരൂപ വിജ്ഞാനാത്. ഈ മൂന്ന് കാര്യങ്ങൾ നടന്നുവെങ്കിൽ, ഈ മൂന്ന് കാര്യങ്ങളുണ്ട് എങ്കിൽ സമ്യക് സ്വരൂപ വിജ്ഞാനാത്, അതായത് സമ്യക് സ്വരൂപത്തിൻ്റെ ആ ഒരു താൻ ആ പരമമായിട്ടുള്ള തത്വമാണ് എന്നുള്ളതിൻ്റെ അനുഭവത്താൽ, വിജ്ഞാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവം നേടിയെങ്കിൽ എന്താ ഉണ്ടായത്? ഏതുപോലെയാണെന്ന് ഇവിടെ ഒരു ഉദാഹരണം പറയുന്നു. കയറിനെ കയറായി കാണാത്തത് എന്തുകൊണ്ട്? അജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. കയർ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ കയർ അവിടെ കിടക്കുന്നത് നല്ലതുപോലെ കണ്ടില്ല. അപ്പോൾ ഈ അജ്ഞാനം അല്ലെങ്കിൽ ആവരണത്താലാണ് ഈ കയറിൽ പാമ്പാണ് എന്ന് എനിക്ക് തോന്നിയത്. യഥാർത്ഥ വസ്തുവായിട്ടുള്ള കയറിനെ ഞാൻ കാണാതെ ഇല്ലാത്ത വസ്തുവായിട്ടുള്ള പാമ്പാണ് എന്ന് ഞാൻ അതിനെ കണ്ടു. അതിനെയാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മിഥ്യാജ്ഞാനം ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്താ ഇപ്പോൾ പ്രശ്നം ഉണ്ടായതെന്നാണെങ്കിലോ, ഭയമായി. ഇനി അതെങ്ങാനും ഓടി വരുമോ, ഇനി അതെങ്ങാനും കടിക്കുമോ എന്നൊക്കെ വല്ലാത്ത ഭയമായി പാമ്പിനെ. അപ്പോൾ ഇത് കയറാണ് എന്നുള്ള ജ്ഞാനത്താൽ, ഇത് പാമ്പല്ല ഇത് കയറാണ് എന്നുള്ളതാണ് സമ്യക് ജ്ഞാനം എന്നുള്ളത്. സമ്യക് രജ്ജുസ്വരൂപ വിജ്ഞാനം. സമ്യക് രജ്ജുസ്വരൂപ വിജ്ഞാനം എന്ന് വെച്ചാലോ, നന്നായിട്ട് അതെന്താണ് കയറാണ് എന്നുള്ള അതിൻ്റെ യഥാർത്ഥ ആ വസ്തുത മനസ്സിലാക്കി, അത് നല്ലതുപോലെ മനസ്സിലാക്കി. ഇത് കയറാണ് എന്നുള്ള ആ ജ്ഞാനത്താൽ മൂന്ന് കാര്യങ്ങൾ, അജ്ഞാനം മാറുന്നു. ഇതിനു മുമ്പ് പറഞ്ഞുവല്ലോ, ഇത് ഏതത് ഹൃദയം ദൃഷ്ടം, അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യുകയാണ്. മൂന്ന് കാര്യങ്ങൾ, അതായത് അജ്ഞാനം മാറുന്നു, പിന്നെ മിഥ്യാജ്ഞാനം. അജ്ഞാനം മാറിയപ്പോൾ തന്നെ മിഥ്യാജ്ഞാനം, അയ്യോ അത് പാമ്പാണ് കേട്ടോ, അത് വളവളപ്പനാണെന്നാ തോന്നുന്നത്, വളവളപ്പനാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, വളവളപ്പനൊന്നുമല്ല അത് ചേരയ, ഇങ്ങനെ പലതും നമ്മൾ പറയും അറിയില്ലാത്തത് കൊണ്ട് അല്ലേ. കാര്യം കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പം ഇങ്ങനെ ഇത് പാമ്പല്ല ഇത് കയറാണ് എന്ന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അജ്ഞാനം മാറി, പിന്നെയോ മിഥ്യാജ്ഞാനം മാറി, ഭയവും ഇല്ലാതെയാകുന്നു. അതേ ചൊല്ലിയുള്ള ഭയവും അവസാനിക്കുന്നു. അതുകൊണ്ട് കയറിനെ അറിയണം. തസ്മാത് വസ്തു സതത്വം ജ്ഞാതവ്യം.
കണ്ടുവല്ലോ അല്ലേ? തസ്മാത് അതുകൊണ്ട് വസ്തുസതത്വം ജ്ഞാതവ്യം, വസ്തുവിൻ്റെ സതത്വം എന്താണ് ആ വസ്തു എന്നുള്ളത് സമ്യക്കായിട്ട് പൂർണ്ണമായിട്ട് ജ്ഞാതവ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾക്ക് തത്ര കോ മോഹഃ ക ശോകഃ ഏകത്വം അനുപശ്യത്തെ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിന് എന്ത് മോഹമാണുള്ളത്? ഒരു മോഹവുമില്ല, ഒരു തെറ്റിദ്ധാരണയുമില്ല. ക ശോകഃ എന്തെങ്കിലും ശോകമുണ്ടോ, എന്തെങ്കിലും ദുഃഖമുണ്ടോ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശോകവും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. എവിടെയൊക്കെ നോക്കുന്നുവോ, അല്ലെങ്കിൽ എവിടെ ആരെ എന്തൊക്കെ ആണോ ജീവിതത്തിൽ അനുഭവം വരുന്നത്, അതെല്ലാം അദ്ദേഹം താൻ തന്നെയായിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ തൻ്റെ തന്നെ സ്വരൂപമായിട്ട് എല്ലാറ്റിനെയും അനുഭവിക്കുന്നു. ഓക്കെ. തസ്മാത് വസ്തുസതത്വം ജ്ഞാതവ്യം ബന്ധമുക്തയെ വിദുഷ. അതുകൊണ്ട് ബന്ധമുക്തയെ, ബന്ധനത്തിൽ നിന്നും മോചിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? വിദുഷ, അറിവുള്ളവർ ഈ കയറിനെ കയറായിട്ട് കാണണം. അതുപോലെ ആത്മസ്വരൂപത്തെ ആത്മസ്വരൂപമായിട്ട് അനുഭവിച്ചറിയണം. അനാത്മവസ്തുവിന് വലിയ സത്യത്വം കൊടുക്കാതെ സത്യവസ്തുവിനെ തിരിച്ചറിയണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ അജ്ഞാനവും അജ്ഞാനത്തിൻ്റെ കാര്യവും ഒക്കെ ആയിട്ടുള്ള ഭയവും ദുഃഖവും ഒക്കെ ഇല്ലാതെയാകും. ഓക്കെ. അപ്പം നമ്മൾക്ക് ഇതൊന്നുകൂടി വായിച്ചിട്ട് നിർത്താം. ഏതത്ഹൃദയം ദൃഷ്ടം സമ്യക് രജ്ജുസ്വരൂപവിജ്ഞാനാത് തസ്മാത് വസ്തുസതത്വം ജ്ഞാതവ്യം ബന്ധമുക്തയേ വിദുഷാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.